ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ടിരിക്കണം. അപ്പം ഇന്ന് ബോട്ടിയും പൂളയും എങ്ങനെ വെക്കുക എന്നുള്ളത് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. ഞങ്ങളിന്ന് കുറച്ച് ബോട്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പൂളയും കൂടെ വെക്കുകയാണ്. അപ്പോൾ ബോട്ടിയൊക്കെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇതാ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൽ നിന്ന് കുറച്ചൊരു ചട്ടിയിലിട്ട് വെച്ചതാണ്, കുട്ടികൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിലോ വിചാരിച്ച്. പിന്നെ അതുപോലെ പൂള അടുപ്പത്ത് വെച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ നാട്ടിലൊക്കെ പൂള എന്നാണ് പറയുക, ചില നാട്ടിൽ കപ്പ എന്നൊക്കെ പറയലുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പൂള എന്നാണ് പറയല്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് കുട്ടികൾക്ക് എരിവില്ലാതെ കഴിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കോരി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ബാക്കി നമ്മൾ വേവിച്ചിട്ടുള്ള ബോട്ടിയും കൂടെ അതിൽ കൊടുന്നിട്ട് കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം ബോട്ടി വേവിച്ചിട്ട് പൂള അതിലിട്ട് കൊടുക്കുമ്പോൾ ഒന്ന് അടി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് രണ്ടും നല്ല പോലെ വെന്ത് സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കലത്തിലൊക്കെ പൂള വെച്ചപ്പോൾ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ ഉടഞ്ഞും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാ അതൊക്കെ അതിലേക്ക് ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നമ്മളൊരു വാഴയിലൊക്കെ വെട്ടിക്കൊടുന്ന് എല്ലാവരും കൂടെ ഉണ്ടല്ലോ, അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ഇതാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ ബോട്ടിയും പൂളയും കൂടെ ഉണ്ടാക്കിയാൽ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത്യാവശ്യം മസാലയൊക്കെ ഇടണം, എന്നിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. അപ്പോൾ അതാ ഒക്കെ നല്ല പോലെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വലിയ ഉള്ളിയും പിന്നെ അതുപോലെ ചെറുനാരങ്ങ നീരും മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതൊരു വാഴയിലേക്ക് കൊട്ടി കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു ചെറിയ മധുരത്തിൽ നല്ല ചൂടുള്ള കട്ടൻ ചായയും കൂടെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ഇത് കഴിച്ച ദിവസം ചോറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എന്താ എല്ലാവരും കൂടെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഞങ്ങൾ വാഴയിലയിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓൾ ആദ്യം തന്നെ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇരുന്നതാണ്. അപ്പോൾ ഓൾ നോക്കിയിട്ട് പറയണം നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയണം. പിന്നെ എല്ലാവരും കൂടെ ഇരുന്നിട്ട് അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടോ. കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയാണ് ഈ കാണുന്നത്. അപ്പോൾ എല്ലാവരും അതൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പൂളിയും പൊട്ടിയൊക്കെ കിട്ടുമ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു കേട്ടോ. താങ്ക് യു. അസ്സലാമു അലൈക്കും.